നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഉള്ളത്. തെലങ്കാനയും കർണാടകയും ഒക്കെ കോൺഗ്രസ് കൈപ്പിടിയിൽ ഒതുക്കിയതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. കർണാടകയിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ശക്തിയായി തന്നെ കണക്കാക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ വിഷയം വരുമ്പോൾ UPA എന്ന ആശയം തിരികെ കൊണ്ടുവരാനുള്ള കോൺഗ്രസ് ശ്രമത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMKയുടെ നേതാവുമായിട്ടുള്ള MK സ്റ്റാലിൻ. ആ UPAയിൽ ഇപ്പോൾ മറ്റൊരു കക്ഷി കൂടി ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, അത് കൃത്യമായോ വിജയിയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രി കഴകമാണ്. വിജയിയുടെ ലക്ഷ്യം എന്നത് സ്റ്റാലിനെ തകർക്കലാണ് എന്ന് ഗോദി മീഡിയകൾ പടച്ചുവിട്ടു. വിജയിയുടെ ലക്ഷ്യം എങ്ങനെയും സ്റ്റാലിൻ്റെ അപ്രമാദിത്വം തകർത്തെറിഞ്ഞുകൊണ്ട് DMK നിലംപരിശാക്കുക എന്നതാണ് എന്ന് വെറുതെ പടച്ചുവിട്ടവർക്ക് വലിയ നിരാശയാണിപ്പോൾ ഫലം. തമിഴ്നാട്ടിൽ കുറേ നാളായി BJPക്ക് ഒരു അഡ്രസ്സ് കൊടുക്കാൻ തലങ്ങും വിലങ്ങും ശ്രമിക്കുന്ന ഒരു നേതാവുണ്ട്. IPS പാതി വഴിക്ക് ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കളിച്ച് എന്തൊക്കെയോ നേടിക്കളയാം എന്ന് വിചാരിച്ച് കുറേ സ്വപ്നങ്ങളുമായി വന്ന ഒരു യുവാവ്, പേര് അന്നാമലൈ. കുപ്പുസ്വാമി അന്നാമലയുടെ വലിയ രാഷ്ട്രീയ ലക്ഷ്യമെന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയാവുക എന്നതാണ്. പക്ഷേ അതിനുള്ള കഴിവിത് പോരാ, അതിനുള്ള പ്രാപ്തി ഇത് പോരാ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്വന്തമായി ശരീരത്തിൽ ചാട്ടവാർ കൊണ്ടടിച്ച് ചെരുപ്പ് വരെ ഊരിയെറിഞ്ഞ് താനിനി DMK അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയതിനു ശേഷമേ ചെരുപ്പണിയൂ എന്ന് പറഞ്ഞ് നാടകം മുഴുവൻ കളിച്ച് നടക്കുകയാണ്. എന്നാൽ അന്നാമലൈ ഇടക്കാലത്ത് ലോക്സഭയിൽ കോയമ്പത്തൂരിൽ നിന്നും 8 നില പൊട്ടിയതിനു ശേഷം നാട് വിടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. എന്നിട്ട് വീണ്ടും BJP നേതാക്കളുടെ, ദേശീയ നേതാക്കളുടെ അഭ്യർത്ഥന മൂലമാണ് അദ്ദേഹം വീണ്ടും തമിഴ്നാട്ടിലേക്ക് ലാൻഡ് ചെയ്തത്. താൽക്കാലികമായി ഉണ്ടായ പരാജയമല്ലേ, എക്കാലത്തും ഇല്ലല്ലോ എന്ന് BJP നേതാക്കളുടെ ആശ്വാസവാക്ക്. എന്നാൽ അന്നാമലയ്ക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, തമിഴ്നാട്ടിൽ BJPക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും പേരോട്ടം ഉണ്ടാകില്ല. അതിന് കാരണം DMK തന്നെയാണ്. DMK ദ മോസ്റ്റ് അഗ്ലിയസ്റ്റ് പാർട്ടി എന്നാണ് അന്നാമലൈ വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണം നിരവധിയാണ്. അന്നാമലൈ എന്നത് വെറുമൊരു ബിഗ് സീറോയാണ് എന്ന് ദയാനിധി മാരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് അന്നാമലയ്ക്ക് അത്ര രസിച്ചിട്ടില്ല. ഏതായാലും തമിഴക വെട്രിക്കഴകം കൃത്യമായി കോൺഗ്രസുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ശക്തമായ പിന്തുണ തമിഴക വെട്രിക്കഴകം പല പ്രദേശങ്ങളിലും നൽകിയിരുന്നു. വിജയ് എതിർക്കുന്നത് BJPയാണ്, വർഗീയതയാണ്. വർഗീയതയെ ഒരു രീതിയിലും വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് വിജയ് തുടരെ പറയുകയും ചെയ്തു. വിജയുടെ പാർട്ടിക്ക് കമൽഹാസനും അതുപോലെ തന്നെ രജനീകാന്തുമൊക്കെ വലിയ രീതിയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയത്. വിജയുടെ രാഷ്ട്രീയം എന്തു തന്നെയായാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, അത് വർഗീയതയ്ക്കെതിരെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കോൺഗ്രസ് അതുകൊണ്ടാണ് താല്പര്യപ്പെടുന്നത്. കോൺഗ്രസ് കൃത്യമായി DMKയോടും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, നിങ്ങൾ മന്ത്രിസഭയിലേക്ക് ഞങ്ങളെയും അതുപോലെ തമിഴക വെട്രിക്കഴകത്തെയും പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്. ഇടതുപക്ഷ പാർട്ടികളെ ദൂരെയെടുത്ത് കളയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. അവരുടെ രാഷ്ട്രീയവുമായി ഒത്തുചേരാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പരസ്യമായി പറഞ്ഞു. അതോടുകൂടി വിജയ്ക്ക് ആ ഒരു സ്പേസ് കിട്ടും. കൃത്യമായി ഒരു സഖ്യകക്ഷിയായാൽ വിജയ്ക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്താനും കഴിയും. വിജയെ തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം കൂടി ഉന്നയിക്കപ്പെടുകയാണ്. മധുരയിൽ സുവെങ്കടേശനും അതുപോലെ ദിണ്ടിഗലിൽ വിജയിച്ച CPIMൻ്റെ സ്ഥാനാർത്ഥിയുമൊക്കെ എന്തിനാണ് വെറുതെ കോൺഗ്രസ് ലേബലിൽ നിന്ന് ജയിക്കേണ്ടതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അവരെയൊക്കെ ഇനിയും സഖ്യത്തിൽ നിർത്തേണ്ട കാര്യമില്ല. CPIM എന്നത് കൊലയാളികളുടെ പാർട്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിരവധി കാരണങ്ങളുമുണ്ട്. കേരളത്തിൽ മാത്രമുള്ള ഒരു ഇട്ടാവട്ടത്തുള്ള പാർട്ടി മാത്രമാണ്, പ്രാദേശിക പാർട്ടി മാത്രമാണ് CPIM.
അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കോൺഗ്രസ് നൽകിയിരിക്കുന്നു. DMK അത് അക്ഷരം പ്രതി പാലിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.